ഏയ് നോ 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 നോ, ഒഫീഷ്യൽ മീറ്റിംഗ് ഒന്നുമല്ല. ഇതൊരു ബർത്ത്ഡേ പാർട്ടിയാ. ഞങ്ങളുടെ ഒരു പഴയ ക്ലയന്റിന്റെ 60th ബർത്ത്ഡേ. കൃഷ്ണേട്ടൻ റെഡിയാവുന്നതേ ഉള്ളൂ. ദേ ഇപ്പൊ വരും. ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ആഹാ, റിയലി? ഓ ഓക്കേ, ഗ്രേറ്റ്. അഖിലേ, ആ ജയന്തി എന്താ ഇവിടെ? അവള് വിലാസിന്റെ റൂമിൽ നിന്ന് കിച്ചണിലോട്ട് പോകുന്നുണ്ടല്ലോ. ആ ശരി, ഇപ്പൊ ഞാൻ പിന്നെ വിളിക്കാം. കൃഷ്ണേട്ടൻ വന്നു. യാ ബൈ. അത് കൃഷ്ണേട്ടാ, അത് ഞാൻ പറയാൻ മറന്നുപോയതാ. ജയന്തി ഇനി കുറച്ചുനാൾ ഇവിടെ നിക്കട്ടെ എന്ന് തീരുമാനിച്ചു. അഖിലേ, നീ ഇതെന്ത് ഭാവിച്ച? പഴയതൊക്കെ മറന്നോ നീ? ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവളെ അവള്. അന്ന് ആ മണ്ഡപത്തിൽ വെച്ച് അവള് കാരണം ഒരു കൂട്ടാത്മഹത്യ നടന്നേന്. എല്ലാം ഒരുവിധം ശരിയായി വരുന്ന സമയത്ത് വേണമായിരുന്നു ഇത്. ആ രാജീവിനെ ചില ഗുണ്ടകൾ ചേർന്ന് കല്യാണ മണ്ഡപത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതാ ഞാൻ പറഞ്ഞിട്ട്. രാജീവിനെ കാണാനില്ല. എല്ലായിടത്തും നോക്കി ബ്രോ, ഈ കോമ്പൗണ്ടിൽ ആളില്ല. ഭഗവാനെ, എന്തിനാ എന്റെ മോളോട് ഇങ്ങനെ? അതിനു വേണ്ടിട്ട് എന്റെ മോൾ എന്ത് പാപ്പാ ചെയ്തത്? അച്ഛാ കരയല്ലേ, അച്ഛാ കരയല്ലേ. മോളെ കല്യാണി, നിന്റെ കല്യാണം നടന്നു കാണാനുള്ള യോഗം പോലും ഈ അച്ഛനില്ലല്ലോ. എന്തിനാ മോളെ ഇങ്ങനെ ഒരു അച്ഛൻ? ഈ അച്ഛൻ ജീവിച്ചിരിക്കുന്ന എന്തിനാ? എന്റെ കൈ കൊണ്ട് തന്നെ ഈ അച്ഛനെ കൊന്നത്. കൊല്ല് കൊല്ല്. ഒന്നും മറന്നിട്ടല്ല കൃഷ്ണേട്ടാ, മാപ്പർഹിക്കാത്ത തെറ്റ് അവള് ചെയ്തതെന്ന് പറയാം. പക്ഷേ ഒരു പക്ഷേയുമില്ല. ഒന്നും മറന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അവളെ ഇവിടെ കയറ്റി താമസിപ്പിക്കുന്നത്? അഖിലേ, വഞ്ചനയേക്കാൾ വലിയ വിഷമൊന്നും ഈ ലോകത്തില്ല. അവളാണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പേസ്റ്റ് എടുത്തവളാ. ഒഴിവാക്കി വിടുന്നതാ നല്ലത്. അതല്ല കൃഷ്ണേട്ടാ, ഇന്ന് എന്നെ അവളിവിടെ കാണാൻ വന്നിരുന്നു. ആദ്യം ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചതാ. പക്ഷേ പിന്നെ ചില സംഭവങ്ങൾ നടന്നു. അതുകൊണ്ടാ എനിക്കങ്ങനെ തീരുമാനിക്കേണ്ടി വന്നത്. ഇപ്പൊ ഇവിടെ ആയതുകൊണ്ടല്ലോ നിങ്ങൾ എന്നെ കണ്ടത്. വല്ല ട്രെയിനിന്റെ മുന്നിലും ചാടിയ ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ലല്ലോ. ആരും അറിയുകയില്ല. അകത്തേക്ക് പോയി വല്ല മുറിവോ ചതവോ പറ്റിയൊന്ന് നോക്ക്. ബാക്കി നമുക്ക് പിന്നീട് ആലോചിക്കാം. അത്തരം ഒരു സന്ദർഭത്തിന്റെ ദൗർബല്യത്തിൽ ഞാനത് സമ്മതിച്ചു. അറിയാതെ അബദ്ധം പറ്റിപ്പോയതാ. ഇനിയിപ്പോ വാക്ക് പാലിക്കാതെ പറ്റില്ല. അതാ സംഭവം. എന്റെ അഖിലേ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി എന്ന് കേട്ട എല്ലാവർക്കും ഭയമാണ്. ഉറച്ച നിലപാടുകളും കർക്കശവും ഒക്കെ ഉള്ള ഒരു പെൺസിംഹം എന്നൊക്കെയാണ് ഓരോരുത്തർ വിളിക്കാറ്. പക്ഷെ ആരെങ്കിലും ഒന്ന് കരഞ്ഞു കാണിച്ചാൽ അപ്പൊ ഉരുകും നിന്റെ മനസ്സ്. നീ ഇത്രയ്ക്ക് പാവമായി പോയല്ലോ. കഷ്ടം തന്നെ. ചിലരുടെ മനസ്സ് അങ്ങനെയാ കൃഷ്ണേട്ട. പുറമേ പാറക്കല്ലാണെന്ന് തോന്നും, പക്ഷേ ഉള്ളിൽ വറ്റിയിട്ടില്ലാത്ത നീരുറവയുണ്ടെന്ന് അതിനടുത്തേക്ക് എത്തുമ്പോഴേ തിരിച്ചറിയൂ. ഏതായാലും കൃഷ്ണേട്ടന് താല്പര്യമില്ലെങ്കിൽ ജയന്തി നാളെ തന്നെ പറഞ്ഞയച്ചേക്കാം. എന്താ, അത് വേണോ? വേണ്ട വേണ്ട. നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ഭർത്താവാടോ? നിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ആ, നമുക്ക് നോക്കാം. അവൾക്ക് തലയിലെഴുത്തുണ്ടെങ്കിൽ കുറച്ചു നേരം നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് അവളെ ചവിട്ടി പുറത്താക്കാന്ന്. അവിടെ പാർട്ടി തുടങ്ങി കാണും. ശരി, വേഗം ശരി.
കല്യാണി, കല്യാണി, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പറഞ്ഞോളൂ വലിയുഞ്ഞേ. ഇവിടെ വെച്ച് പറ്റില്ല. നമുക്ക് കുറച്ച് മാറി നിന്നാലോ? കുറച്ചുകൂടെ പ്രൈവസി കിട്ടാൻ. കുറച്ചുകൂടെ മാറി എന്ന് പറഞ്ഞാ എവിടെയാ വലിയുഞ്ഞേ? അങ്ങ് ആകാശത്തില്. അല്ലാതെ പിന്നെ നീ എന്താ സ്ഥലം പറഞ്ഞാലേ കൂടെ വരുള്ളൂന്നുണ്ടോ? അതല്ല വലിയുഞ്ഞേ, രാത്രിയായില്ലേ, എവിടെയാണെന്നറിയാൻ തിരക്കുന്നേ ഉള്ളൂ. വെറുതെ അറിയാൻ. എന്നാ വെറുതെ ആക്കണ്ട. ഞാൻ പറഞ്ഞത് നേരായിട്ടാ. നമ്മൾ പോകുന്നത് തൃച്ചംബരത്തിന്റെ ഉച്ചന്തലയിലേക്ക്, ടെറസിലേക്ക്. നീ വാ. ഇപ്പൊ അവിടെ നിന്നാലേ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. നീ ഇതുവരെ കാണാത്തതുകൊണ്ടാ. വാ, കമാ. അയ്യടാ, ഇവിടെ കേറിയപ്പോ സിറ്റിയും അവിടുത്തെ കോളനിയും എല്ലായിടവും കാണാലോ. എന്തു ഭംഗിയാ ആ ലൈറ്റുകളൊക്കെ കാണാൻ. സ്വർഗം പോലുണ്ട്. അതെ, ഇനി എന്നും സന്ധ്യ കഴിയുമ്പോ ഇവിടെ വന്ന് നിന്നാ മതി. സ്വർഗം അവിടെ തന്നെ ഉണ്ടാവും. കല്യാണിക്ക് കാണാം. അല്ല, വല്യുഞ്ഞെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു വല്യുഞ്ഞെ, എന്താ ഇത്ര പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളേ? അത് കല്യാണി, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറയാൻ ശ്രമിച്ചത്. പക്ഷേ എപ്പ പറയാൻ തുടങ്ങിയാലും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നു ചേരും. അതാ ഇപ്രാവശ്യം ഇങ്ങനൊരു സ്ഥലത്ത് വെച്ചാകാന്ന് കരുതിയത്. കല്യാണിക്ക് ഈ സ്ഥലം നന്നായിട്ട് ഇഷ്ടായില്ലേ? ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട്. എന്തു ഭംഗിയാ ഇവിടെ നിന്ന് നോക്കിയാല്. എന്നാലൊരു കാര്യം ചെയ്യാം. കല്യാണി കൊതി തീരും വരെ ആ ലൈറ്റുകൾ നോക്കി നിൽക്കുക. അതിന്റെ സൗന്ദര്യത്തിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കാം എനിക്കെന്താ പറയാനുള്ളതെന്ന്. സൂക്ഷിച്ചു നോക്കിക്കോ, മുഴുവൻ കാണാം ആനന്ദിന് കല്യാണിയോട് പറയാനുള്ളത് എന്താണെന്ന്. ശബരി, എല്ലാം ഓക്കെ അല്ലേ? എടാ, കല്യാണി ഇപ്പൊ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. ആ, ശരി ശരി, ഓക്കെ.
കല്യാണി, ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നിന്റെ കൺമുന്നിൽ കാണിച്ചു തരുന്നത്. നിനക്കിത് വിശ്വസിക്കാം. ആനന്ദിന് ഇതാണ് നിന്നോട് പറയാനുള്ളത്, ഇത് മാത്രം. എനിക്ക് ജീവനുള്ള കാലത്തോളം മാഡത്തോടും കുടുംബത്തോടും ഒരു നന്ദികേട് ഞാൻ കാണിക്കില്ല. അങ്ങനെ സംഭവിച്ചാ പിന്നെ ഈ കല്യാണം ഇല്ല മാഡം. എന്തൊക്കെ വന്നാലും അഖില മാഡത്തിന് ഇഷ്ടപ്പെടാത്തതൊന്നും ഈ കല്യാണം ചെയ്യില്ല. അങ്ങനെ ഒരവസ്ഥ വന്നാ ഈ ജീവൻ വരെ ഉപേക്ഷിച്ച് മാഡത്തിന്റെ മാനം കാക്കുമെന്ന് ഞാൻ മാഡത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴിതാ അച്ഛനും ആ വാക്ക് ഞാൻ തരുന്നു. എന്നെ വിശ്വസിക്കണം. മനസ്സുകൊണ്ട് ഒരുപാട് മോഹിച്ചിട്ടുണ്ട് ഈ നിമിഷത്തിന്. ഇപ്പോ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യവതി ഈ കല്യാണിയാ. പക്ഷേ ഈ സന്തോഷം എനിക്ക് അനുഭവിക്കാൻ യോഗമില്ല. വലിയ എന്നോട് പൊറുക്കണം. അഖില മാഡത്തിനും അച്ഛനും ഞാൻ വാക്ക് കൊടുത്തു പോയി, ഈ കുടുംബത്തിനെ ദ്രോഹിക്കില്ലെന്ന്. കല്യാണി, നീ എന്താ മിണ്ടാത്തത്? എനിക്കൊരു മറുപടി തരാൻ പറ്റില്ല നിനക്കിപ്പോ? പറ്റും വലിയ പറ്റും. 1000 വട്ടം സമ്മതമെന്ന് പറയാൻ മനസ്സ് കൊതിക്കുക. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങളെ പണയം വെച്ച എനിക്ക് ആ മറുപടി പറയാൻ പറ്റില്ല വലിയ. ഞാൻ നിസ്സഹായാണ് ഇവിടെ. ഏയ് കല്യാണി, ഇനി നീ എന്താ ഒന്നും പറയാത്തത്? നിന്റെ മുഖത്തെ സന്തോഷം ഞാനൊന്ന് കണ്ടോട്ടെ. എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും ചെയ്തുകൂടെ നിനക്കിപ്പോ? മൈ ഗോഡ്, എന്തു പറ്റി നിനക്ക്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ നിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത്? എന്താ കാര്യം? തുറന്നു പറ. കല്യാണി, ശരി, നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ മറുപടി പറയാതെ പോവാം. ഞാൻ എന്റെ മനസ്സ് നിന്റെ മുന്നിൽ തുറന്നു കാണിച്ചത്. അത് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി ഈ നിമിഷം നീ അറിയാനുണ്ട്.
എന്റെ മനസ്സിലുള്ളതെല്ലാം ഒരു ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഡയറി ഞാൻ അമ്മയുടെ മുറിയിൽ വെച്ചിരിക്കുക. അമ്മ വായിക്കാൻ, വായിച്ച് നമ്മുടെ പ്രണയം തിരിച്ചറിയാൻ. അപ്പോ വല്യുഞ്ഞ് എഴുതിയ ഡയറി മാഡത്തിന്റെ മുറിയിലുണ്ട്. മാഡം അത് കാണുന്നതിന് മുമ്പ് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റണം. ഇപ്പൊ ഡയറി എടുക്കാനായിട്ട് മാത്രം മാഡത്തിന്റെ മുറിയിലേക്ക് പോയാ അത് സംശയത്തിനിടയാക്കും. എന്താ ഒരു മാർഗം? രാത്രിയല്ലേ, പാലുമായിട്ട് പോവാം. അപ്പൊ മാഡം സംശയിക്കില്ല. എന്റെ ദേവി, മാഡം കാണുന്നതിന് മുമ്പ് ആ ഡയറി എടുത്ത് മാറ്റാൻ സാധിക്കണേ. ഏയ്, നോ 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 നോ, ഞങ്ങളത് മെയിൽ അയച്ചിരുന്നു. സി, മാർക്കറ്റിന്റെ കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇറ്റ്സ് എ കോമ്പറ്റീറ്റീവ് വേൾഡ്. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഹിറ്റായിട്ട് നീങ്ങുമ്പോൾ അതിനെ തകർക്കാൻ മറ്റ് കമ്പനിക്കാർ എന്ത് നമ്പരും ഇറക്കും. ഞങ്ങളുടെ ഹെർബൽ പ്രോഡക്റ്റിന്റെ കാര്യത്തിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടായി എന്നുള്ളത് സത്യമോ. പക്ഷേ കോടതിയിൽ ഞങ്ങൾ അതിനെ കാര്യകാരണ സഹിതം സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും അതിനെ കുത്തിപ്പൊക്കി ആനന്ദ് ഗ്രൂപ്പിനെ ടർണിഷ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ ഒഫീഷ്യലായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്തു എന്ന് വരും. അല്ല, എനിക്ക് ചോദിക്കാൻ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഏത് ബിസിനസ് ആയാലും ഒരു എത്തിക്സ് ഇല്ലേ സർ? ഒരു കമ്പനിയെ തകർക്കണമെന്ന് കരുതി ഇങ്ങനെ ബേസ്ലെസ് ആയ പ്രചരണം നടത്തുന്നത് ശരിയല്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്താ അവര് നമുക്കെതിരെ പരസ്യം ചെയ്യുന്നേ? എന്താ അതിന്റെ കണ്ടന്റ്? സാറൊന്ന് പറഞ്ഞോ, കേക്കട്ടെ. ഒരു മിനിറ്റ്, എന്തു പറ്റി കല്യാണി? നീ എന്താ നിക്കുന്നേ? പാല്. ആ, അതവിടെ വെച്ചിട്ട് വെക്കൂ. ആ, പറയൂ സർ. ആ ശരി സാർ, പറഞ്ഞോളൂ. എനിക്കിത് വിശദമായിട്ട് തന്നെ അറിയണം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. അതെ,